Hello students, welcome back to Bosco Campus Vision. In the previous session we discussed the concept of beta and the calculation of beta under correlation method. So in this session we will look into the calculation of beta under regression method. So as we know, beta is a statistical measure used for the measurement of the systematic risk. Under regression method, it postulates a linear relationship between a dependent variable and an independent variable. So regression മെത്തേഡിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മെഷറാണ് ബീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് ടു കോൺസ്റ്റൻറ്റ്, നെയിംലി ആൽഫ ആൻഡ് ബീറ്റ. സോ രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസായ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യുകയാണ് റിഗ്രഷൻ മെത്തേഡ് വഴി നമ്മൾ ചെയ്യുന്നത്. Beta measures the change in dependent variable in response to the unit change in independent variable. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ബീറ്റ മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ കോറിലേഷൻ മെത്തേഡിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയാണ്. അതിനെ y കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. സോ മാർക്കറ്റ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം നമ്മുടെ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന ആ വാല്യൂ ആണ് ബീറ്റ എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ y ആയിട്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ x ആയിട്ടുമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Whereas alpha measures the value of dependent variable even when the independent variable has zero value. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇനി സീറോ വാല്യൂ ആണെങ്കിൽ പോലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ആൽഫയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ മെത്തേഡ് വഴി മെയിനായിട്ടും രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ബീറ്റ, മറ്റേന്ന് പറയുന്നത് ആൽഫ. സോ റിഗ്രഷൻ മെത്തേഡിലെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്നാണ്. സോ ഈ ഒരു ബേസിക് ഇക്വേഷനിൽ നിന്നാണ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ ഈ രണ്ട് കോൺസ്റ്റൻറ്റ് കൺസെപ്റ്റിൽ നിന്നും ബീറ്റ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ നോക്കിയിരുന്നു. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ആൽഫ എന്താണെന്നാണ്. So what is alpha? Alpha is also a measure of risk. It tells the investors whether an asset has performed better or worse than its beta predicts. It is the excess of expected return of security or portfolio to realized return, thus referred to as the excess return or the abnormal rate of return. It measures the risk adjusted return. So alpha എന്ന് പറയുന്നതും ഒരു മെഷർ ഓഫ് റിസ്ക് തന്നെയാണ്. ഇപ്പം കുറച്ചും കൂടി സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ബീറ്റ സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആൽഫ ഒരു പരിധി വരെ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിന് ഒരു ഐഡിയ ആണ് ലഭിക്കുന്നത്. അതായത് ഒരു അസറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തോ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലയോ എന്നുള്ള ഒരു കറക്റ്റ് വാല്യൂ ആണ് ആൽഫ മെഷർമെൻറ്റ് വഴി ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. സോ റിസ്ക് മെഷർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ആൽഫ എങ്കിലും അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിട്ടേണിൻ്റെ കാര്യത്തിലാണ്. അതായത് ഒരു ഇൻവെസ്റ്ററിന് എത്ര റിട്ടേൺ കിട്ടി എന്നുള്ളതാണ് ആൽഫ എന്നുള്ളൊരു കൺസെപ്റ്റ് മെയിനായിട്ടും ഡിറൈവ് ചെയ്യുന്നത്. സോ ഒരു സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും ആക്ച്വൽ അല്ലെങ്കിൽ റിയലൈസ്ഡ് റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആൽഫ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സസ് റിട്ടേൺ അല്ലെങ്കിൽ അബ്നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നും കൂടി പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേൺ, എക്സസ് റിട്ടേൺ, അതാണ് ആൽഫ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആക്ച്വലി മെഷേഴ്സ് ദ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ. സോ ഇതാണ് ആൽഫയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ മെത്തേഡിൽ ബീറ്റ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആൽഫയും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ കാൽക്കുലേഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ അണ്ടർ റിഗ്രഷൻ മെത്തേഡ്. സോ നമ്മൾ നേരത്തെ റിഗ്രഷൻ മെത്തേഡിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ നോക്കിയിരുന്നു, y ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്ന്. സോ ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആൽഫയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു y ഡാഷ് മൈനസ് ബീറ്റ എക്സ് ഡാഷ്. ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. y ഡാഷ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വാല്യൂസിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ y ഡാഷ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റോക്കാണ്. സോ ആ സെക്യൂരിറ്റിയുടെ ഓരോ മാസത്തെ വാല്യൂസിൻ്റെയും മീൻ വാല്യൂ ആണ് y ഡാഷ് എന്ന് പറയുന്നത്. അതുപോലെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂസിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂവിനെയാണ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു y ഡാഷ് മൈനസ് ബീറ്റ എക്സ് ഡാഷ്. നെക്സ്റ്റ് ബീറ്റ. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ.
സോ ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിലും ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇക്വേഷനും അതിൻ്റെ വാല്യൂസും ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ ഇവിടെ എക്സ് എന്താണെന്ന് നമുക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എക്സ് എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ ഈ വാല്യൂസിൻ്റെ പല ഫോംസ് ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഇപ്പോൾ 12 വാല്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ എൻ എന്ന് പറയുന്നത് 12 ആയിരിക്കും. 10 വാല്യൂസ് ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ ക്വസ്റ്റ്യനിൽ മെയിനായിട്ടും നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആയിരിക്കും തന്നിരിക്കുന്നത്. സോ പിന്നീടാണ് നമ്മൾ ഇത് ഓരോന്നിൻ്റെയും സിഗ്മ കാണേണ്ടതും സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈയും സിഗ്മ എക്സ് ഒക്കെ കാണേണ്ടത്. സോ ഈ രണ്ട് ഇക്വേഷൻ്റെയും കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. So the monthly return data for ONGC stock and NSE index for a 8-month period are presented below. Calculate the alpha and beta. സോ 8 മാസത്തേക്കുള്ള ONG സ്റ്റോക്കിൻ്റെയും NSE ഇൻഡെക്സിൻ്റെയും റിട്ടേൺ ഡേറ്റ തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിട്ടേൺ ഡേറ്റ തന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ONGC സ്റ്റോക്കാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് NSE ഇൻഡെക്സ് ആണ്. സോ വൈ എന്ന് പറയുന്നത് ONGC സ്റ്റോക്കും എക്സ് എന്ന് പറയുന്നത് NSE ഇൻഡെക്സും ആണ്. സോ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സോ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ബീറ്റ വേണം. സോ ആൽഫയുടെ ഇക്വേഷനിൽ ബീറ്റ ഉള്ളത് കൊണ്ട് തന്നെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ കാൽക്കുലേഷൻ ഓഫ് ബീറ്റ. സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് ഈ എക്സും വൈയും സിമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ മാത്രം പോരാ, നമുക്ക് എക്സ് വൈയുടെ സിഗ്മയും വേണം, എക്സ് സ്ക്വയറിൻ്റെ സിഗ്മയും വേണം. സോ ആ വാല്യൂസ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇക്വേഷനിലേക്ക് പോകുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്ക്വയർ വാല്യൂസ് ആണ് നമുക്ക് ആദ്യം വേണ്ടുന്നത്. സോ എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് -0.35 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.12 ആണ്. നെക്സ്റ്റ് -0.049 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.24 ആണ്. നെക്സ്റ്റ് -1.03 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1.06 ആണ്. നെക്സ്റ്റ് 1.64, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.69 ആണ്. സോ ഇതുപോലെ 8 വാല്യൂസിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചാണ് നമ്മൾ എക്സ് സ്ക്വയർ എന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് എക്സ് വൈ ആണ്. സോ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എക്സ് വൈ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് മന്തിലെ വാല്യൂസായ -0.75 ഇൻറ്റു 0.35 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.26 ആണ്. സെക്കൻഡ് മന്തിലെ വാല്യൂസായ 5.45 ഇൻറ്റു -0.049 ചെയ്യുമ്പോൾ നമുക്ക് -2.67 ആണ്. തേർഡ് മന്തിലെ -3.05 ഇൻറ്റു -1.03 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.14 എന്ന വാല്യൂ ആണ്. സോ ഇതുപോലെ നമ്മൾ 8 മന്തിലെ വാല്യൂസിൻ്റെയും എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിഗ്മ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിഗ്മ അല്ല, മറ്റേ ഇ പോലിരിക്കുന്ന സിഗ്മ. അതെന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂസ് ആണ്, ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ വാല്യൂസ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ONGC സ്റ്റോക്കിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ വൈ = 21.64 ആണ്. സിഗ്മ എക്സ് അതായത് NSE ഇൻഡെക്സ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുടെ സിഗ്മ എന്ന് പറയുന്നത് 9.13 ആണ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 51.11 ആണ്. എക്സ് വൈയുടെ സിഗ്മ എന്ന് പറയുന്നത് 74.22 ആണ്. സോ ഈ എല്ലാ വാല്യൂസും വെച്ചിട്ടാണ് ഇനി നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബീറ്റ = n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് n സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സോ n നമുക്കറിയാം, ഇവിടെ ടോട്ടൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് 8 ആണ്. 8 മാസത്തെ ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് 8 ആണ്. സോ 8 ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 74.22 ആണ്. മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 9.13 ആണ്. സിഗ്മ വൈ എന്ന് പറയുന്നത് 21.64 ആണ്. അതുകൊണ്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ അതായത് 8 ഇൻറ്റു 51.11 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ അതായത് 9.13 ദ ഹോൾ സ്ക്വയർ. സോ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 593.76 മൈനസ് 197.5732 ദ ഹോൾ ഡിവൈഡഡ് ബൈ 408.38 മൈനസ് 83.3569. സോ ഈ സ്റ്റെപ്പ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 396.18 ഡിവൈഡഡ് ബൈ 325.33 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ = 1.217 എന്നുള്ളൊരു വാല്യൂ കിട്ടും.
സോ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.217 ആണ്. സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആൽഫയാണ്. സോ ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് മൈനസ് ബീറ്റ എക്സ് ഡാഷ്. സോ ഇവിടെ ബീറ്റ ഉണ്ട്, ഇനി നമുക്ക് വേണ്ടുന്നത് വൈ ഡാഷും എക്സ് ഡാഷും ആണ്. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു 21.64 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഇസ് ഈക്വൽ ടു 2.705. Next, x dash is equal to sigma x by n, that is equal to 9.13 divided by 8, that is equal to 1.141. സോ വൈ ഡാഷും എക്സ് ഡാഷും വാല്യൂസും നമുക്ക് കിട്ടി. ഇനി നമുക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് ഡാഷ്. സോ 2.705 മൈനസ് 1.217, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ബീറ്റ വാല്യൂ ആണ്. 1.217 ഇൻറ്റു 1.141. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.705 മൈനസ് 1.388 എന്നുള്ളൊരു വാല്യൂ കിട്ടും. സോ ആ സ്റ്റെപ്പും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ആൽഫയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു 1.32. സോ ഇങ്ങനെയാണ് റിഗ്രഷൻ മെത്തേഡിൽ നമ്മൾ ബീറ്റയും ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.217 ആണ്, ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.32 ആണ്. സോ നേരത്തെ കോറിലേഷൻ മെത്തേഡ്, അതായത് കഴിഞ്ഞ സെഷനിൽ കോറിലേഷൻ മെത്തേഡിൽ എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിരുന്നുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റിയത്. ഇവിടെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, നേരത്തെ ബീറ്റ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. റിഗ്രഷൻ മെത്തേഡിൽ അങ്ങനെയല്ല, നമ്മൾ ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യും. So this is all about the calculation of alpha and beta under the regression method. So in this session we discussed the concept of beta under regression method, the concept of alpha, and the calculation of alpha and beta under this regression method. Hope all are clear with the topic. Thank you.